ഡെത്ത് നോട്ട്. അറ്റാക്ക് ഓൺ ടൈറ്റൻ എങ്ങനെ എന്നെ ആനിമെ വേൾഡിലേക്ക് എത്തിച്ചുവോ അതേപോലെ തന്നെ മോൺസ്റ്റർ, 20th സെഞ്ച്വറി ബോയ്സ്, ടോമോഡാച്ചി ഗെയിം, ക്ലാസ് റൂം ഓഫ് ദി എലീറ്റ് അങ്ങനെ ഡാർക്ക് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ജോണറിലുള്ള ആനിമേസിലോട്ട് എന്നെ എത്തിച്ചത് ഡെത്ത് നോട്ടാണ്. എന്നെ ഒരു വെറൈറ്റി ഓഫ് ജോണറും എനിക്കിഷ്ടപ്പെട്ട ഒരു ജോണർ എന്താണെന്നും തിരിച്ചറിയാൻ കാരണം ഡെത്ത് നോട്ടാണ്. സോ ഡെത്ത് നോട്ട് എന്തുകൊണ്ട് തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയ ഒരു ആനിമെ ആകുന്നു എന്നും എന്തുകൊണ്ട് ഇതൊരു മാസ്റ്റർ പീസ് ആകുന്നു കുറഞ്ഞ എപ്പിസോഡുകൾ കൊണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പലരും ഡെത്ത് നോട്ടിൻ്റെ ബ്രില്യൻസിയായി കരുതുന്നത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ ആ ഒരു നോട്ട് ബുക്കിൻ്റെ പ്രസൻസ് ആണ് എന്നുള്ളതാണ്. ഇത് മുഴുവനായിട്ടും സത്യമല്ല. ഡെത്ത് നോട്ടിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ആരുടെ പേര് ആ നോട്ട് ബുക്കിൽ എഴുതിയാലും അയാൾ മരിക്കുമെന്നൊരു കോൺസെപ്റ്റിനെ എങ്ങനെ ആനിമെ ട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയാണ്. ഈ കോൺസെപ്റ്റിനെ വെച്ച് മനുഷ്യൻ്റെ മനസ്സിലെ തിന്മയും നന്മയും തമ്മിലുള്ളൊരു രേഖ വരച്ച് കാട്ടാൻ ഡെത്ത് നോട്ടിന് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും ബ്രില്യൻ്റ് ആക്കുന്ന ഫസ്റ്റ് പോയിൻ്റ്. ഈ നോട്ട് ബുക്ക് ഒരു വെപ്പണായിട്ടല്ല, മറിച്ച് ആബ്സല്യൂട്ട് പവറായിട്ടാണ് കാട്ടുന്നത്. തുടക്കത്തിൽ ക്രിമിനൽസിനെ ലൈറ്റ് കൊല്ലുമ്പോൾ നമ്മൾ പോലും അവനെ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ഈ കോൺസെപ്റ്റ് നമ്മളെ അങ്ങനെ ചെയ്യിക്കാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റിസും ഈഗോയും തമ്മിലുള്ള ബാറ്റിലാണ് ഡെത്ത് നോട്ട്. ജസ്റ്റിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ ലൈറ്റ് തൻ്റെ ഈഗോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്കാണ് കഥ കൊണ്ടെത്തിക്കുന്നത്. ഡെത്ത് നോട്ട് വ്യൂവേഴ്സിൻ്റെ മൊറാലിറ്റിയെയും ചോദ്യം ചെയ്യിക്കുന്നുണ്ട്. ലൈറ്റിൻ്റെയോ എല്ലിൻ്റെയോ ആരുടെ ഐഡിയോളജിയോടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ആനിമെ എപ്പോഴും നമ്മളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലൈറ്റ് കരുതുന്നത് ഫിയറാണ് പീസിലേക്കുള്ള വഴിയെന്നാണ്. എല്ല് കരുതുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ മരണത്തിലോ മറ്റൊരാൾക്ക് അധികാരമില്ല എന്നതാണ്. ഈ ഐഡിയോളജിയും ഈ ഒരു കോൺസെപ്റ്റുമാണ് ഡെത്ത് നോട്ടിനെ ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഐഡിയോളജിയിലോട്ട് നമുക്ക് വരാം. പക്ഷേ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഐഡിയോളജി ഇങ്ങനൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള നോട്ട് ബുക്കിൻ്റെ ആ ഒരു ഫ്യൂച്ചറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡെത്ത് നോട്ട് ചർച്ച ചെയ്തു പോകുന്നത്. ആബ്സല്യൂട്ട് പവർ എത്ര നല്ല വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ട്രൂ കളർ നമുക്ക് കാണിച്ചു തരുന്നും ഡെത്ത് നോട്ട് ഇന്നർ മീനിങ് ആയിട്ട് പറയുന്നുണ്ട്. ഗുഡ്, ഈവിൽ എന്ന നോർമൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ലൈറ്റ് യാഗമി. ഒരു മനുഷ്യൻ പവറിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള സൈക്കോളജിക്കൽ സ്റ്റഡിയാണ് ഡെത്ത് നോട്ട്. ലൈറ്റ് എന്തൊക്കെയാണോ അവൻ്റെ ക്വാളിറ്റിയായി കരുതുന്നത് അത് തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് തനിക്ക് ഈ വേൾഡിനെ കൺട്രോൾ ചെയ്യാമെന്ന് അവൻ കണക്കാക്കുകയാണ്. അവൻ്റെ അംബീഷൻ ഈഗോയും മറ്റുള്ള അല്ലെങ്കിൽ എല്ല് പോലുള്ള ക്യാരക്ടറിൻ്റെ POVയിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും അവനെ വിലക്കുകയാണ്. അവൻ്റെ പക്ഷമാണ് എപ്പോഴും ശരിയെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. വളരെയധികം ഗോഡ് കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് ലൈറ്റ്. ക്രിമിനൽസിനെ കൊന്ന് ജസ്റ്റിസ് കീപ്പ് ചെയ്യുകയാണെന്ന പേരിൽ തുടങ്ങിയ ലൈറ്റ് തൻ്റെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇന്നസെൻറ്റ് പീപ്പിളിനെ പോലും ഉപദ്രവിക്കാൻ തുടങ്ങി. വേൾഡിനെ ബെറ്റർ ആക്കുന്നതിൽ നിന്നും വേൾഡ് തൻ്റെ കൺട്രോളിലാവണമെന്ന് ലൈറ്റ് കണക്കാക്കാൻ തുടങ്ങുകയാണ്. ഇതിനു വേണ്ടി അവൻ ഏതറ്റം വരെയും പോകാൻ തുടങ്ങി. ഇതാണ് ലൈറ്റിൻ്റെ ഡൗൺഫാളിന് കാരണം. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഡെത്ത് നോട്ട് ഇത്രത്തോളം മെമ്മറബിൾ ആവുന്നത് ഈ ലൈറ്റ് യാഗമി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ ഇതിൻ്റെ മെയിൻ പ്രോട്ടഗണിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഞാൻ ഐഡിയോളജികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ലൈറ്റ്, എല്ല് ഇത്ര മികച്ചതാവുന്നത് ഇൻ്റലിജൻസ് കൊണ്ടോ അവരുടെ മൈൻഡ് പ്ലേ കൊണ്ടോ അല്ല. രണ്ടാളും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കോർ ബേസിൽ വിശ്വസിക്കുന്ന കുറച്ച് ഐഡിയോളജികളുണ്ട്. ഈ ഐഡിയോളജി തന്നെയാണ് ഡെത്ത് നോട്ടിനെ ഇത്രത്തോളം എപ്പിക്കാക്കുന്നതും. ലൈറ്റ് ജസ്റ്റിസ് നടപ്പാക്കാൻ ഹ്യൂമൻ ലോന് പറ്റില്ലെന്നും തൻ്റെ ഇൻ്റലിജൻസ് കാരണം താൻ ഒരു പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ഗോഡായി മാറി ഫിയറിലൂടെ പീസ് കൊണ്ടുവരാം എന്നും കണക്കാക്കുന്നു. എല്ല് സോഷ്യലി ഓക്വേർഡാണ്. അവൻ പലരിടത്തും ഇടപഴകാറില്ല. പലരെയും കാണുന്നത് പോലും അവൻ അത്ര ക്ലെവറായിട്ടല്ല കാണുന്നത്. എങ്കിൽ കൂടി അവൻ വിശ്വസിക്കുന്ന ചില ഐഡിയോളജികളുണ്ട്. ജസ്റ്റിസ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തെയോ അദ്ദേഹത്തിൻ്റെ മരണത്തെയോ പോലും വേറൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആർക്കും ഒരു ഗോഡായി മറ്റുള്ളവരെങ്ങനെ ജീവിക്കണമെന്ന് കണക്കാക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും ഒരു ഫ്രീ വില്ലുണ്ട് എന്നുള്ളതാണ് എല്ലിൻ്റെ ഐഡിയോളജി. ഡെത്ത് നോട്ടിലെ ക്യാരക്ടേഴ്സ് എങ്ങനെ സൈക്കോളജിക്കലി ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് പല ഐഡിയോളജിയുടെയും പിൻബലത്തിലൂടെയാണെന്നുള്ളത് നമുക്ക് ആനിമെ കാണിച്ചു തരുന്നുണ്ട്. ലൈറ്റ് പവർ കിട്ടിയതിന് ശേഷം
ജസ്റ്റിസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നിന്നും എങ്ങനെ തൻ്റെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആസ് എ വ്യൂവർ ഏത് പക്ഷത്ത് നിൽക്കണമെന്നുള്ളത് നമ്മൾ ഓരോ വട്ടവും ചോദിക്കുന്നുണ്ട്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവൻ ശരിയാണോ, ഇവൻ ചെയ്യുന്നത് കറക്റ്റാണല്ലോ, പക്ഷെ എന്താണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവൻ ഇന്നസെൻ്റ് പീപ്പിളിനെ ആണല്ലോ കൊല്ലുന്നത്, സോ ഇവനൊരു ക്രിമിനലായി മാറില്ലേ എന്ന് നമ്മളുടെ മൊറാലിറ്റിയെ ഓരോ സമയവും ആനിമെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഗുഡ് ഈവിൽ എന്ന ഒരു സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഒരു വര ആനിമെ മായ്ച്ചു കളയുന്നുണ്ട്. തൻ്റെ ഐഡിയോളജി രക്ഷിക്കാൻ എന്തും ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. ഇതിനിടയിലാണ് അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അവരുടെ ഐഡിയോളജിയിൽ നിന്നും അവരെടുക്കുന്ന ആക്ഷനാണ് അവരുടെ ക്യാരക്ടർ ആർക്കിനെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൽ നായകനാര്, വില്ലനാര്, ആരുടെ ജയമാണ് ആഘോഷിക്കേണ്ടത്, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഓരോ നിമിഷവും നമ്മൾക്ക് മുൻപിൽ ആനിമെ വയ്ക്കുന്നുണ്ട്. ആരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നോക്കേണ്ടത്, എന്താണ് ഇവരിൽ ഒരാൾ ജയിച്ചാൽ ഉണ്ടാവുക, ഡെത്ത് നോട്ട് ആരാണ് കൂടുതൽ മോശമായിട്ടും ഇതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതോ മോശം രീതിയിൽ തന്നെയാണോ ഇനി ഇതിൻ്റെ യൂസേഴ്സ് എല്ലാവരും ഉപയോഗിക്കുക എന്നുള്ള ഓരോരോ ചോദ്യങ്ങളും ആനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഐഡിയോളജീസ് പറഞ്ഞ കൂട്ടത്തിൽ പറയേണ്ട ഒന്നാണ് ഇതിലെ തീംസ്. സർഫസ് ലെവലിൽ ക്രിമിനൽസിനെ ഇല്ലാതാക്കി പുതിയ ലോകം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരുത്തൻ്റെ വീഴ്ചയായി തോന്നുമെങ്കിലും ഡെത്ത് നോട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ജസ്റ്റിസ് നടപ്പാക്കാൻ ഈവിൽ ഉപയോഗിക്കാൻ പറ്റുമോ? മറ്റൊരാളുടെ ജീവനിൽ ഒരാൾക്ക് കൺട്രോൾ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വെക്കുന്നത് ഈവിലായിട്ടുള്ള ഒരു ആക്ട് അല്ലേ? പവർ ഒരാളെ ഈവിലാക്കുമോ? അങ്ങനെ ഒരു ഈവിൽ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ മറ്റൊരു ഈവിൽ വരണോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരവസാനം ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഥയെ വളരെ ഡീപ്പാക്കുന്നുണ്ട്. ആദ്യം ലൈറ്റിൻ്റെ ആക്ഷനിൽ ജസ്റ്റിസ് ഉണ്ടെന്ന് കരുതിയ ഓഡിയൻസ് കഥയുടെ പോക്കിൽ തങ്ങളുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലെത്തുന്നു. ഇങ്ങനെയൊരു പവർ അവനെ വളരെയധികം കറപ്റ്റാക്കുന്നു. സ്ലോലി ഇന്നസെൻറ്റ് പീപ്പിൾ ഇതിൽ വിക്റ്റിമാവുന്നു. ലൈറ്റ് പതിയെ കരുതാൻ തുടങ്ങി, എനിക്ക് മറ്റുള്ളവരെക്കാളും ബുദ്ധിയും എന്താ പറയുക സുപ്പീരിയോറിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വേൾഡിനെ കൺട്രോൾ ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഞാൻ തന്നെ ജസ്റ്റിസ് നടപ്പായിക്കൂടാ, എന്തുകൊണ്ട് ഞാനൊരു ഗോഡ് ആയിക്കൂടാ എന്നുള്ള കാര്യങ്ങൾ. സോ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ആദ്യം വളരെ കൈൻഡായിട്ടുള്ള ലൈറ്റ് പോലും പവർ കിട്ടിയപ്പോൾ ഇത്രയും ഡേഞ്ചർ ആവുമെങ്കിൽ ചെറുതായിട്ട് ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾക്കാണ് ഇങ്ങനെ ഒരു പവർ കിട്ടുന്നതെങ്കിൽ ഇത് എത്രത്തോളം ഈവിലായിട്ടാണ് പോവുക എന്നുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഡെത്ത് നോട്ട് നമ്മൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു പവർ കിട്ടിയെങ്കിൽ നിങ്ങൾ ജസ്റ്റിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ നോക്കുക, നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു ലോകത്ത് അനുഭവിച്ച വിഷമങ്ങൾക്ക് പകരം റിവെഞ്ചിനാണോ പോവുക എന്നുള്ള വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഡെത്ത് നോട്ട് വയ്ക്കുന്നുണ്ട്. പലർക്കും ഈ ഒരു ആനിമെ കണ്ണിങ് ആയിട്ടുള്ള രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു മൈൻഡ് ഗെയിമായി തോന്നാം. പലർക്കും ഈ ഒരു എന്താ പറയുക കോൺസെപ്റ്റിന് വേണ്ടി കാണുന്നവരുണ്ടാവാം. പക്ഷേ ഡെത്ത് നോട്ടിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ഒരു സട്ടിലായിട്ടുള്ള തീംസ്. ഈ ഒരു സട്ടിലായിട്ടുള്ളൊരു തീംസും കൂടി വരുന്നതുകൊണ്ടാണ് ഡെത്ത് നോട്ട് ഇത്രത്തോളം ഡീപ്പായി മാറുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഡെത്ത് നോട്ട് ഇത്രത്തോളം മികച്ചതാക്കുന്നതിൽ ഈ ഒരു തീംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആനിമെ ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ട്രാജിക് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള എൻഡിങ് ആണ് ഡെത്ത് നോട്ടിൻ്റെ. ഒരുപാടധികം ഡെപ്തുള്ള എൻഡിങ്. ലൈറ്റിൻ്റെ ഡൗൺഫാൾ മാത്രമല്ല, അവൻ്റെ ഐഡിയോളജിയും ഗോഡ് ലൈക്ക് ഇമേജും പൂർണ്ണമായിട്ട് തകർന്നതിലാണ് ഡെത്ത് നോട്ട് അവസാനിക്കുന്നത്. കാമും കോൺഫിഡൻറ്റും ഡോമിനൻറ്റുമായിട്ടുള്ള ലൈറ്റ് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് മരിക്കേണ്ടി വരുന്നത്. അവസാന നിമിഷത്തിൽ ലൈറ്റ് ഓടിപ്പോകുന്നത് വളരെ സിംബോളിക്കായിട്ടാണ്. ജസ്റ്റിസിന് വേണ്ടി എന്ന് പറഞ്ഞ് ലൈറ്റ് ചെയ്തത് തൻ്റെ ഈഗോനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്, നിൻ്റെ പേര് നോട്ട്ബുക്കിൽ എഴുതാൻ പോകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ റിയൂക്ക് അത് അവസാനം ചെയ്യുകയാണ്. ലൈറ്റ് താൻ സ്പെഷ്യലാണെന്നാണ് ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ വിചാരിച്ചത്. എന്നാൽ ഹീസ് ജസ്റ്റ് അനദർ ഡെത്ത് നോട്ട് യൂസർ എന്ന് നമുക്ക് അവസാനം മനസ്സിലാവുന്നുണ്ട്. ഡെത്ത് നോട്ടിൻ്റെ മെസ്സേജ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞുതരാം. ആബ്സല്യൂട്ട് പവർ കിട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്കിൽഫുൾ ആവാൻ പറ്റിയ നിങ്ങൾക്ക് മുൻപിൽ വരാൻ പോകുന്ന ഏറ്റവും വലുത് ഒരു ആപത്ത് എന്ന് പറയുന്നത് സോളിറ്റ്യൂഡാണ്, ബോർഡം. നിങ്ങളെ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആക്കും. കാരണം നിങ്ങൾക്ക് ഇനി ആ ഒരു വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. നിങ്ങൾ പഠിത്തത്തിൽ ടോപ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്റ്റഡി ചെയ്യാൻ 90% ആൾക്കാർക്കും ഒരു മടി തോന്നും. കാരണം നിങ്ങൾ ഐസൊലേറ്റ് ആവും. എന്തായാലും പാസ്സാവും, സോ വൈ വി ഓവർ ട്രൈ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിൽ നമ്മൾ അത്ര തന്നെ പഠിച്ചാലും
നമുക്ക് അതിനനുസരിച്ചൊരു കോഴ്സോ ജോബോ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തിന് നമ്മൾ ഓവർ പഠിക്കണം, ആവറേജ് ആയിട്ട് തന്നെ പോയാൽ പോരെ. അങ്ങനെ ഒരു സോളിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വരും, നമ്മൾ എമോഷണലി ഡിറ്റാച്ച് ആവാൻ തുടങ്ങും. ഇത് ഞാൻ പഠിത്തത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞത്. ഇത് തന്നെ നിങ്ങളെല്ലാ ഒരുവിധമുള്ള സ്കില്ലുകളിലും നിങ്ങളാണ് ടോപ്പെങ്കിലോ നിങ്ങൾക്ക് ഇനി ഒന്നും തന്നെ നേടാനില്ല, നിങ്ങൾക്ക് ഒരു ഗോളും ഇല്ല. സോ നിങ്ങൾ എന്താവും, നിങ്ങൾ പതിയെ സോളിറ്റ്യൂഡിലേക്ക് പോകാൻ തുടങ്ങും, നിങ്ങൾ ഐസൊലേറ്റ് ആവും, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈമായി തോന്നും, എന്നാൽ നിങ്ങൾക്കൊന്നും തന്നെ ഇമ്പ്രൂവ് ആക്കാനുമില്ല. സോ ഇതിൻ്റെ എല്ലാം ഒരു പീക്നെസ് ചിലപ്പോൾ ഈവിലായിട്ട് നിങ്ങളെ മാറ്റുന്നതിലേക്കായിരിക്കാം എത്തുക എന്നുള്ളത് ഡെത്ത് നോട്ട് പറയാതെ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. വളരെയധികം ജീനിയസ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് അവൻ. പക്ഷേ അവൻ്റെ ഐസൊലേഷനും പിന്നെ ഈ ഒരു ഇത്രത്തോളം ജസ്റ്റിസ് ഒന്നും നടപ്പാക്കാത്ത ഈ ഒരു ലോകവും അവന് ഒരുപാടധികം എന്താ പറയുക ചിന്തിപ്പിക്കുകയാണ്. ആ സമയത്ത് അവന് കിട്ടുന്ന ആ ഒരു കാറ്റലിസ്റ്റാണ് ഡെത്ത് നോട്ട് എന്ന് പറയുന്നത്. ഡെത്ത് നോട്ട് കൊണ്ടല്ല അവൻ ഇത്രത്തോളം ഈവിലാകുന്നത്, ആ ഒരു സോളിറ്റ്യൂഡ് കൊണ്ടാണ്. ആ ഒരു സോളിറ്റ്യൂഡിൽ അവനൊന്നും ചെയ്യാനില്ലായിരുന്നു, അല്ലെങ്കിൽ അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു ഈ ഒരു ലോകത്തെ. പക്ഷെ അവന് ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക അൺനെസസറി പവർ കിട്ടുമ്പോൾ അവന് പല പല ആഗ്രഹങ്ങൾ വരികയാണ്. അത്രയും കാലം അവൻ വിചാരിച്ച കാര്യങ്ങൾ അവന് ചെയ്യാമെന്ന് തോന്നുകയാണ്. പക്ഷെ അത് ചെയ്യാൻ അവനെ ആരും തന്നെ സമ്മതിക്കുന്നില്ല. കാരണം അത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ ഇടയിൽ എല്ല് വരുന്നുണ്ട്, വീണ്ടും കുറേ ആൾക്കാർ വരുന്നുണ്ട്. സോ അവൻ അവരെയൊക്കെ എലിമിനേറ്റ് ആക്കി അവസാനമെങ്കിലും അവൻ്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കാമെന്ന് അവൻ വിചാരിക്കുകയാണ്. പക്ഷേ എല്ല് പോയാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് അവൻ വിചാരിച്ചവിടെ പുതിയ ക്യാരക്ടേഴ്സ് വരികയാണ്. അതിനർത്ഥം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ രീതിയിൽ ഈ ഒരു ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാൾ ഈ ലോകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഇതാണ് ഡെത്ത് നോട്ട് നമ്മൾക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ. ഡെത്ത് നോട്ടിനെ എന്തുകൊണ്ട് ഇത്രത്തോളം മികച്ചതാക്കുന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നിയ ഒരു 5 കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇതിൽ കൂടുതലുണ്ട്. ഡയറക്ഷൻ, സൗണ്ട് ട്രാക്ക്, ആ ഒരു ക്യാമറ ആംഗിൾ ഷോട്ടുകൾ, അങ്ങനെ ഒരുപാടധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നിയ പലരും അത്രത്തോളം പറയാത്തൊരു 5 കാര്യങ്ങളാണ് പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.